ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മൂത്രാശയ രോഗവുമായിട്ട് ബന്ധപ്പെട്ട യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിനുള്ള മരുന്നായിട്ട് അതിനുള്ള പെട്ടെന്ന് ഇല്ലാതാകുന്നതിനുള്ള മരുന്ന് എന്നുള്ള നിലയിൽ ഉപയോഗിക്കേണ്ട മരുന്നിനെക്കുറിച്ച്, ആയുർവേദ മരുന്നിനെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇത് വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടും വളരെ കൂടുതൽ വെള്ളം വേർപ്പായിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടും മൂത്രാശയവുമായിട്ട് ബന്ധപ്പെട്ട് യൂറിനറി ഇൻഫെക്ഷൻ എന്ന രോഗം വളരെ കൂടുതൽ ആൾക്കാരിലേക്ക് ഉണ്ടാകുന്നുണ്ട്. യൂറിനറി ഇൻഫെക്ഷനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മരുന്ന് ഞെരിഞ്ഞിലാണ്. ഞെരിഞ്ഞിൽ നിറയെ മുള്ളുള്ള ചെടിയാണ്. അതിൻ്റെ കമ്പുകളാണ് നമ്മൾ ഇതിനുള്ള മരുന്നായിട്ട്, യൂറിനറി ഇൻഫെക്ഷനുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഞെരിഞ്ഞിൽ നമ്മൾ കമ്പുകൾ മുറിച്ച് അത് ഉണക്കിയെടുത്ത് അത് അതേപടി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്തെടുത്ത് കുടിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മുള്ളുകൾ അതിനകത്ത് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഒരു അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഞെരിഞ്ഞിൽ ഉള്ളുകളിലുള്ള ഞെരിഞ്ഞിൽ കമ്പുകൾ അത് നമ്മൾ കഷ്ണങ്ങളായിട്ടൊന്ന് ഞുറുക്കി അത് നന്നായിട്ട് ഉണങ്ങി അത് പൊടിച്ചുണ്ടാക്കിയ മരുന്നാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. സാധാരണ ഈ നമ്മുടെ ആയുർവേദ അങ്ങാടി മരുന്ന് കടകളിലെല്ലാം മുള്ളുള്ള കമ്പുകളായിട്ടാണ് നമുക്ക് ഞെരിഞ്ഞിൽ കിട്ടുന്നത്. അത് പ്രത്യേകമായിട്ട് അങ്ങനെ പാക്ക് ചെയ്യുന്ന അതിന് മരുന്ന് തയ്യാറാക്കുന്ന സ്ഥലത്ത് മാത്രമേ അത് പൊടിച്ച മരുന്ന് എന്നുള്ള രീതിയിൽ പൊടിയായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഞെരിഞ്ഞിൽ പൊടിയാണ് അതിൻ്റെ സത്ത് പൂർണ്ണമായിട്ടും കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗത്തിലെ എളുപ്പത്തിനും വേണ്ടിയിട്ടും ഞെരിഞ്ഞിൽ പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മരുന്ന് ഞെരിഞ്ഞിൽ പൊടിയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. നമ്മൾ ചില രോഗങ്ങൾക്ക് നമ്മൾ ചികിത്സാശാഖകൾ പലതുണ്ടെങ്കിലും എല്ലാ ചികിത്സാശാഖകളും ഒരുപോലെ ഫലിക്കില്ല. ഉദാഹരണത്തിന് മഞ്ഞപ്പിത്തം, ജോഡിസ്. മഞ്ഞപ്പിത്തമുള്ള ആൾക്കാർക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മരുന്ന് ആയുർവേദ മരുന്നാണ്, അല്ലാതെ അലോപ്പതി മരുന്നല്ല. അലോപ്പതി മരുന്നിൽ പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തത്തിന് മരുന്നില്ല. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷനും മൂത്രാശയ രോഗവുമായിട്ട് ബന്ധപ്പെട്ട യൂറിനറി ഇൻഫെക്ഷനും പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല അലോപ്പതിയിൽ. അതിന് മരുന്നുള്ളത് ആയുർവേദത്തിലാണ്. അതുപോലെ തന്നെ ഹോമിയോപ്പതി, അങ്ങനെയുള്ള നമ്മുടെ മറ്റ് ചികിത്സാ രീതികളിലാണ്. അങ്ങനെയുള്ളപ്പോഴും ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള, നമുക്ക് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ, അങ്ങനെ തോന്നുന്ന സമയത്ത്, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ആ മരുന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമുക്കൊന്ന് കുടിച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ട് ഇല്ലാതാകുന്ന, എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പം ഞെരിഞ്ഞിൽ പൊടിയിൽ അതിനകത്ത് മറ്റ് സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല, ഞെരിഞ്ഞിൽ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അത് പൊടിച്ച് പൊടിയാക്കി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്ന്, അല്ലെ മൂത്ര സംബന്ധമായിട്ടുള്ള മൂത്രമൊഴിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ തോന്നുന്ന സമയത്ത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ പൗഡർ എടുത്ത് അതൊരു 15 മിനിറ്റ് തിളപ്പിച്ച് ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പൗഡർ രോഗമുള്ള ആൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് 3 ദിവസം 3 നേരമായിട്ട് കഴിക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഒരു ദിവസം കഴിക്കുമ്പോൾ തന്നെ ശക്തമായിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എങ്കിൽ അവരുടെ യൂറിനറി ഇൻഫെക്ഷൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പിറ്റേ ദിവസം കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മൂത്രത്തിലുണ്ടാകുന്ന ചുടിയിൽ, അതാണ് യൂറിനറി ഇൻഫെക്ഷനുള്ള ഒന്നാമത്തെ ലക്ഷണം. അപ്പം അങ്ങനെ ചുടിയിലുണ്ടാകുന്ന സമയത്ത് അത് യൂറിനറി ഇൻഫെക്ഷൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1-2 പ്രാവശ്യം മൂത്രമൊഴിക്കുമ്പോൾ ചുടിയിലുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് കാലാവസ്ഥയുടെ വ്യത്യാസമാകാം, അതല്ലെങ്കിൽ ചൂടിൻ്റെ കൂടുതൽ ഉണ്ടാകാം, അതല്ലെങ്കിൽ
നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വ്യത്യാസം കൊണ്ടാകും. പക്ഷെ ആ ചുഴിയിൽ അടുത്ത ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്നു, അടുത്ത ദിവസം തുടരുന്നു എന്ന് പറഞ്ഞാൽ അത് ഇൻഫെക്ഷൻ്റെ ആരംഭമാണ്. അങ്ങനെ ഇൻഫെക്ഷൻ്റെ ആരംഭമായിട്ട് മാറുമ്പോൾ അടുത്ത ദിവസം മൂത്രമൊഴിക്കുമ്പോൾ കൂടുതൽ ചുഴിയിലുണ്ടാകുന്നു. അതിൻ്റെ അടുത്ത ദിവസം ആകുമ്പോൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാകാൻ തുടങ്ങും, അടിവയറ്റ് വേദന ഉണ്ടാകുന്നു. അപ്പോൾ അത് നമ്മൾ കാര്യമാക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് പനിയാകും. ആ പനി വളരെ കട്ടിയായിട്ടുള്ള ഹൈ ഫീവറായിട്ട് മാറും. അതോടൊപ്പം തന്നെ ലൂസ് മോഷനും ഛർദിയും ഉണ്ടാകും. ലൂസ് മോഷനും ഛർദിയും പനിയും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് താങ്ങാൻ പറ്റില്ല. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമ്മൾ ക്ഷീണിച്ച് അവശനായി വീണു പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആശുപത്രിയിൽ ഉടനെ ഐ സിയിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞ് പുറത്തിറക്കി നമുക്കൊരു ബില്ല് കിട്ടുമ്പോൾ ആ ബില്ല് തന്നെ രോഗി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടായി എന്ന് വരാം. അത്രയും വലിയ ആശുപത്രി ബില്ലുകളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആശുപത്രി ബില്ലുകളെ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടല്ല ഇത് സൂചിച്ചത്, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ആശുപത്രികളെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്ന സമയത്താണ് അത്യാവശ്യം ആശ്രയിക്കേണ്ടത്. അല്ലാത്ത സമയത്ത് നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സമയത്തെല്ലാം ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിന്, യൂറിനറി ഇൻഫെക്ഷന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആശുപത്രികളെ ആശ്രയിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിനെല്ലാം നമ്മുടെ ആയുർവേദത്തിൽ മരുന്ന് കൊണ്ട് വളരെ ഫലപ്രദമായ മരുന്ന് കൊണ്ട്, അതാണ് ഫലപ്രദമായിട്ടുള്ള മരുന്നും. അലോപ്പതിക്ക് കാര്യമായിട്ട് അത്ര കാര്യങ്ങളൊന്നും ചെയ്യാനുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുന്ന, അഥവാ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള മരുന്നായിട്ട് ഞെരിഞ്ഞിൽ പൊടി എന്ന് പറയുന്ന ഇതുപോലുള്ള പാക്കറ്റും നമുക്ക് സ്വദേശിയുടെ കൗണ്ടറിൽ മേടിക്കാൻ കിട്ടും. പട്ടത്ത് മരപ്പാലത്തുള്ള സ്വദേശിയുടെ കൗണ്ടർ ഇതെല്ലാം ഇപ്പോഴും തീർന്നു പോകാതെ നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്ന ഒരു മരുന്നാണ്. കാരണം ഇത് എപ്പോഴാണ് നമ്മുടെ വീടുകളിൽ ആവശ്യമുള്ളത്, ആർക്കാണ് ആവശ്യമുള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല. യൂറിനറി ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മൂർച്ഛിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് അതെല്ലാ വീടുകളിലും ഒരു പാക്കറ്റ് നമ്മൾ ഒരു കരുതൽ എന്നുള്ള നിലയിൽ നമ്മൾ മേടിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പാക്കറ്റ് പൊടിച്ച് അതിൽ നിന്ന് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് തിളപ്പിക്കേണ്ട ആവശ്യമുണ്ട്. മൂടി വെച്ച് തിളപ്പിക്കണം. അതിൻ്റെ സത്ത് പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇൻഫെക്ഷനുള്ള ആൾ 3 നേരം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും, അങ്ങനെ 3 നേരം, ആ രീതി 3 ദിവസം ഈ മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ട്. 3 ദിവസം കഴിച്ചു കഴിയുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ മാറിയിരിക്കും. അത്രയും ഫലപ്രദമായിട്ടുള്ള മരുന്നാണ് ഞെരിഞ്ഞിൽ പൊടി. അത് യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാത്ത ആൾക്കാർക്കും ആഴ്ചയിൽ 1 ദിവസം കുടിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ കുടിക്കേണ്ടതിൻ്റെ ആവശ്യകത ചിലപ്പോൾ നമുക്ക് മൂത്രമൊഴിക്കുമ്പോൾ കാര്യമായിട്ട് മൂത്രം പോകുന്നില്ല എന്നുള്ളൊരവസ്ഥ, മൂത്രത്തിൽ തടസ്സമുണ്ടാകുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞെരിഞ്ഞിൽ പൊടിയിട്ട് വെള്ളം കുടിക്കുന്ന, ആഴ്ചയിൽ 1 ദിവസം വെള്ളം കുടിച്ചിട്ടുണ്ട് എങ്കിൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് ഭയങ്കര ഫ്ലോ ആയിരിക്കും. മൂത്രം വളരെ കൂടുതലായിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്തും. അങ്ങനെ വരുമ്പോൾ മൂത്രത്തിലുണ്ടാകുന്ന തടസ്സം, ചെറിയ തടസ്സം, മൂത്രം ഒഴിക്കുന്ന തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്യുന്നതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞെരിഞ്ഞിൽ പൊടിയെ കിഡ്നി സ്റ്റോണിനുള്ള മരുന്നായിട്ട് ആൾക്കാർ പറയാറുണ്ട്. അത് മൂത്രത്തിൻ്റെ ശക്തി വളരെ കൂടുതലാണ്, ഒഴിക്കുന്നതിൻ്റെ ശക്തി വളരെ കൂടുതലായതുകൊണ്ട് ചെറിയ ചെറിയ കല്ലുകൾ, യൂറിനറി ട്രാക്കിലുള്ള ചെറിയ ചെറിയ കല്ലുകൾ തള്ളിപ്പോകുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് തള്ളിപ്പോകുന്നു എന്നുള്ളത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതല്ലാതെ ഞെരിഞ്ഞിൽ പൊടി യൂറിനറി ഇൻഫെക്ഷൻ, കിഡ്നി സ്റ്റോണിനുള്ള അല്ലെങ്കിൽ മൂത്രത്തിക്കല്ലല്ല യഥാർത്ഥത്തിൽ കിഡ്നി സ്റ്റോണാണ്. അത് കിഡ്നിയിലോ അല്ലെങ്കിൽ യൂറിനറി ട്രാക്കിലുമാണ് സ്റ്റോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഉണ്ടാകുന്ന ചെറിയ കല്ലുകൾ തള്ളിപ്പോകുന്നു എന്നുള്ളത് കൊണ്ട് കിഡ്നി സ്റ്റോൺ എന്നുള്ള അസുഖം ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് ആഴ്ചയിൽ 1 ദിവസം ഞെരിഞ്ഞിൽ പൊടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ആൾക്കാർക്കാണ് എങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഈ രീതിയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക്, നമ്മുടെ എല്ലാ ആൾക്കാർക്കും വളരെ കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു മരുന്ന് എന്നുള്ള നിലയിൽ, വളരെ കൂടുതൽ ഗുരുതരാവസ്ഥയിൽ നമ്മൾ എത്തിക്കുന്ന ഒരു രോഗം എന്നുള്ള നിലയിൽ യൂറിനറി ഇൻഫെക്ഷൻ വളരെ കൂടുതൽ പെട്ടെന്ന് ഗുരുതരാവസ്ഥ എത്തിക്കുന്ന ഒരു രോഗമാണ്. ആ
രോഗത്തിനുള്ള നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന പ്രതിവിധി എന്നുള്ള നിലയിൽ മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധനം എന്നുള്ള നിലയിൽ ഞാൻ യൂറിനറി ഇൻഫെക്ഷനുള്ള ജെരിഞ്ചിൽ പൊടിയെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാ വീട്ടിലും ഒരു ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും അത്യാവശ്യം നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന മരുന്നുകളെക്കുറിച്ചാണ് ആ വീഡിയോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീടുകളിൽ ഞെരിഞ്ഞിൽ പൊടി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ആവശ്യമുള്ള മുറിവെണ്ണ ആവശ്യമുണ്ട്. മുറിവ് പൊള്ളൽ, ചതവ്, ഉളുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുറിവെണ്ണ. അതുപോലെ തന്നെ ചുമയ്ക്കുള്ള മരുന്ന്, അടലോടകം ഉപയോഗിച്ചുള്ള ചുമയ്ക്കുള്ള മരുന്ന്, കൂവപ്പൊടി, ഛർദി, ലൂസ് മോഷൻ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള ഏറ്റവും നല്ല മരുന്നായിട്ട് മാറുന്ന, ഏറ്റവും നല്ല എനർജൈസറായിട്ട് മാറുന്ന സാധനം കൂവപ്പൊടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ നേരത്തെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ കൂടത്തിൽ ഞാൻ ത്രിഫലപ്പൊടിയും പറഞ്ഞിട്ടുണ്ട്. കടുക്കാനെല്ലിക്ക, താന്നിക്ക, ഈ 3 സാധനങ്ങൾ ചേർത്തുകൊണ്ടുണ്ടാക്കിയ ത്രിഫലപ്പൊടിയാണ് നമുക്ക് മലബന്ധം, അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ ഈ 3 കാര്യങ്ങൾക്കുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മരുന്നായിട്ട് മാറുന്ന, വയറ്റിൽ നിന്ന് ലൂസായിട്ട് ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോകുന്നുവെങ്കിൽ, മലം പുറത്തേക്ക് പോകുന്നുവെങ്കിൽ ഈ പറയുന്ന 3 അസുഖങ്ങളും നമുക്കുണ്ടാകില്ല. മലബന്ധം ഉണ്ടാകില്ല, അസിഡിറ്റി ഉണ്ടാകില്ല, ഗ്യാസ് ട്രബിൾ ഉണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ നേരത്തെ നമ്മുടെ വീടുകളിൽ മറന്നു പോകാതെ എല്ലാ വീടുകളും സൂക്ഷിക്കേണ്ട മരുന്നുകൾ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ എന്നുള്ള പേരിൽ ഒരു വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ പറ്റാത്തവർ ആ വീഡിയോ പോയി കണ്ടുകൊള്ളുക. ഈ ഞെരിഞ്ഞിൽ പൊടി ഇന്ന് ഞാൻ നിങ്ങളെ വേനൽക്കാലമായതുകൊണ്ടാണ് ഞെരിഞ്ഞിൽ പൊടി ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാവരും ഈ മരുന്ന് മേടിച്ച് വെച്ച് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അത് മൂത്ര സംബന്ധമായിട്ടുള്ള മൂത്രത്തിൻ്റെ ഫ്ലോ ശക്തമാക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഫ്ലോ ശക്തമാക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രയോജനം, കിഡ്നി സ്റ്റോണിൻ്റെ ആരംഭത്തിലൊക്കെയുള്ള ചെറിയ ചെറിയ കല്ലുകൾ രൂപപ്പെട്ടു വരുന്ന സമയത്ത് തന്നെ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് തള്ളിക്കളയുന്നതിനുള്ള ശക്തി നമ്മുടെ മൂത്രത്തിനുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന രോഗം, ആ രോഗത്തിനുള്ള മരുന്ന് ഞെരിഞ്ഞിൽ പൊടി 3 ദിവസം 3 നേരമായിട്ട് കഴിക്കേണ്ട മരുന്നാണ്. ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി, അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.